300A പ്രകാരം ഒരു പൗരന് അവൻ്റെ സ്വത്ത് അനുഭവിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കെ ഒരു തീർച്ചയില്ലാത്ത എന്തെങ്കിലും വരാൻ പോകുന്ന ഒരു ഡെവലപ്മെൻറ്റിൻ്റെ പേരിൽ അത് തടഞ്ഞു വെക്കാൻ പാടില്ല. അതുകൊണ്ട് അവരെ NOC റിജക്ഷൻ റിവൈസ് ചെയ്യണം എന്ന് അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി കിട്ടി 4 ആഴ്ചക്കകം അവരത് റിവേഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വീട് നിർമ്മാണത്തിന് NOC നിഷേധിച്ച കോഴിക്കോട് വിമാനത്താവള അധികൃതരുടെ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച പരിസരവാസിക്ക് അനുകൂല വിധി. കൊണ്ടോട്ടിയിലെ ചുക്കാൻ ജുഷാഖുർ റഹ്മാൻ ആണ് കോടതിയെ സമീപിച്ചത്. ജുഷാഖുർ റഹ്മാൻ തന്റെ സ്ഥലത്ത് വീട് നിർമ്മിക്കുന്നതിനായി NOCക്ക് അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ആ സ്ഥലം കരിപ്പൂർ വിമാനത്താവളത്തിന്റെ 2047 വികസനവുമായി ബന്ധപ്പെട്ട മാസ്റ്റർ പ്ലാൻ പരിധിയിൽ വരുന്നതാണെന്ന കാരണം ചൂണ്ടിക്കാട്ടി എയർപോർട്ട് അതോറിറ്റി NOC നൽകിയില്ലെന്നും തുടർന്നാണ് ജുഷാഖുർ റഹ്മാൻ ഹൈക്കോടതിയെ സമീപിച്ചതെന്നും പിതാവ് ചുക്കാൻ ചെറിയോൻ പറഞ്ഞു. നമ്മുടെ കോഴിക്കോട് വിമാനത്താവളത്തിന് ഓരം ചാരിയിട്ട് കൊണ്ടോട്ടി തിരൂരങ്ങാടി റോഡിൻ്റെ സൈഡിലായിട്ട് എൻ്റെ മകൻ്റെ പേരിൽ ജുഷാഖുർ റഹ്മാൻ ചുക്കാൻ അവൻ്റെ പേരിൽ ഒരു പ്ലോട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ടോട്ടിയിൽ നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോക്കൽ ബോഡിനെ കൺസ്ട്രക്ഷൻ പെർമിറ്റിന് വേണ്ടിയിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ ഒരു നിബന്ധനയായിട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ എയർപോർട്ട് അതോറിറ്റിൻ്റെ ഒരു NOC വേണം. അപ്പോൾ ഈ NOCക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തപ്പം 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല 3 പ്രാവശ്യം അവരത് നിരന്തരം റിജക്റ്റ് ചെയ്തു. അപ്പോൾ റിജക്ഷൻ ഓർഡർ എന്താണെന്ന് നോക്കിയപ്പം അവർ അതിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ 2047 ഒരുപക്ഷെ നടക്കാൻ പോകുന്ന ഒരു മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായിക്കൊണ്ട് അതിനെ മുൻകരുതലായിട്ട് അവർ തടഞ്ഞു വെക്കുകയാണ് എന്നാണ് അതിൽ കണ്ടത്. അപ്പോൾ നമ്മൾ അത് സ്വാഭാവികമായിട്ടും അത് ശരിയല്ല. ഒരു പൗരന് അവൻ്റെ ഭൂമി ഉപയോഗിക്കാനും ആസ്വദിക്കാനുമുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട് 300A പ്രകാരം. അപ്പോൾ അത് ചോദ്യം ചെയ്ത് ഈ തീരുമാനം ചോദ്യം ചെയ്തുകൊണ്ട് നമ്മൾ ഹൈക്കോർട്ട് പോയി ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്തു. അവിടുന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു 2-3 സിറ്റിങ്ങിൽ നമുക്ക് അതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് വന്നു കഴിഞ്ഞു. ആ ജഡ്ജ്മെൻറ്റിൽ ജസ്റ്റിസ് ബച്ചു കുര്യൻ്റെ ബെഞ്ചിലാണത് വന്നത്. സിദ്ധാർത്ഥ് വക്കീലാണ് നമുക്ക് വേണ്ടി ഹാജരായത്. പിന്നെ അഡ്വക്കേറ്റ് ഷക്കീബ് ചുക്കാൻ വേറെയും 3 പേരും കൂടിയിട്ടാണ് നമുക്ക് വേണ്ടി ഹാജരായത്. അപ്പോൾ അതിൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇതേ പറഞ്ഞ വഴി തന്നെ 300A പ്രകാരം ഒരു പൗരന് അവൻ്റെ സ്വത്ത് അനുഭവിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കെ ഒരു തീർച്ചയില്ലാത്ത എന്തെങ്കിലും വരാൻ പോകുന്ന ഒരു ഡെവലപ്മെൻറ്റിൻ്റെ പേരിൽ അത് തടഞ്ഞു വെക്കാൻ പാടില്ല. അതുകൊണ്ട് അവരെ NOC റിജക്ഷൻ റിവൈസ് ചെയ്യണം എന്ന് അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി കിട്ടി 4 ആഴ്ചക്കകം അവരത് റിവേഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച നിയമ നടപടികൾ ആരംഭിക്കാതെ ഭാവിയിലെ മാസ്റ്റർ പ്ലാൻ മാത്രം ചൂണ്ടിക്കാട്ടി ഭൂവുടമയുടെ സ്വത്ത് ഉപയോഗിക്കാനുള്ള അവകാശം തടയാനാകില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. നമ്മളിപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമുക്ക് 1-2 കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട്. കാരണം വളരെയധികം ആൾക്കാർ PMAYയിൽ ഗവൺമെൻറ്റിൻ്റെ പൈസ വാങ്ങിയിട്ട് 3 സെൻറ്റ് ഭൂമിയിൽ വീട് വെക്കാനുള്ള പെർമിഷൻ പോലും ഈ NOC റിജക്ഷൻ NOCൻ്റെ പേരിൽ തടഞ്ഞു നിർത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ NOCൻ്റെ ഈ ഉപാധി നീക്കി കിട്ടാനോ അതല്ലെങ്കിൽ ആവശ്യപ്പെട്ട ഉടനെ NOC ഉപാധികളൊന്നുമില്ലാതെ നൽകാനോ ഉള്ള ഒരു പെർമിഷൻ കിട്ടാൻ വേണ്ടി ഈ വിധിയുടെ വെളിച്ചത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിക്ക് ഹൈക്കോടതിനെ സമീപിക്കാൻ പറ്റും. അത് നമ്മൾ അവിടുത്തെ ഭരണസമിതിനെ നമ്മൾ തെര്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കോപ്പിയും ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു കോപ്പിയും അവർക്ക് കൊടുത്തിട്ടുണ്ട്. നിയമപരമായ മാനദണ്ഡങ്ങൾ പരിഗണിച്ച് ഹർജിക്കാരന്റെ അപേക്ഷ 4 ആഴ്ചയ്ക്കകം വീണ്ടും പരിശോധിച്ച് പുതിയ ഉത്തരവ് നൽകാൻ എയർപോർട്ട് അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി. അത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇതിപ്പോൾ ഈ എയർപോർട്ടിൻ്റെ വികസനം എന്ന പേര് പറഞ്ഞിട്ട് അനവധി ആൾക്കാർ ഇവിടുന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ തൊട്ടടുത്ത് ഓരം ചേർന്ന് ഒരു പക്ഷേ ഈ റൺവേ വന്ന സമയത്ത് തന്നെ അതിനോട് ചാരിയിട്ട് പകുതി സ്ഥലം റൺവേയിലേക്ക് പോവുകയും ചെയ്യുക, ഇവർ അക്വയർ ചെയ്യുക, ബാക്കിയുള്ള സ്ഥലം 10, 15, 5, 10 സെൻറ്റ് അവിടെ ബാക്കിയുള്ളതിൽ ഒരു വീടെടുക്കാൻ ഇവർ ശ്രമിച്ചൊക്കെയാണെങ്കിൽ ഉള്ള വീട് ഇടിച്ച് നിരത്തപ്പെട്ട് പോയതാണ്. കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതിലെടുക്കാൻ ഈ ഒരു പ്രശ്നം വീണ്ടും വരികയാണ്.
NOCൻ്റെ പ്രശ്നം. അങ്ങനത്തെ ആൾക്കാർ ധാരാളം ഉണ്ട് ഇവിടെ. അവർക്കൊക്കെ NOC എടുക്കുക. അതേമാതിരി ഈ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് പെർമിറ്റിന് വേണ്ടിയിട്ട് കാത്തു നിന്നിട്ട് NOC റിജക്ഷനായിട്ട് നിൽക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ ഇത് പല സംഘടനകളും പല ആൾക്കാരും ഒറ്റക്കും തറ്റക്കും ഇവിടെ അത് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്താണ് ഇതിന് പരിഹാര മാർഗം. നമുക്കിങ്ങനെ ഒരു ഇൻഡ്യൂഷൻ വന്നപ്പോൾ നമ്മൾ ഇതിലാണ്ട് പോയിട്ട് ഈ റിട്ട് അവിടെ കൊടുത്തപ്പം അത് ശരിക്ക് കോടതിയിൽ അവർക്കത് ജഡ്ജിമാർക്കൊക്കെ അത് കൺവിൻസ്ഡായി. ഓരോ നമുക്കിത് തന്നു. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം ചെയ്യും എന്നാണ് മനസ്സിലായത്.